ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, ഏകദേശം ഒരു 5 കാര്യങ്ങൾ നമ്മുടെ ഹ്യൂമൻ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 5 കാര്യങ്ങൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ ഇത് റിലേറ്റബിളായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കമൻസായി ആ വിവരം അറിയിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ഒന്ന് ശ്രമിക്കണേ ഫ്രണ്ട്സ്. അപ്പം നമുക്ക് നേരെ പോയാലോ. അപ്പം ഞാൻ ഇപ്പോൾ പറയാൻ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ മനുഷ്യബന്ധങ്ങളിൽ അത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പും ആവാം. അപ്പോൾ അതിനകത്ത് നമ്മളോട് ആരെങ്കിലും നമ്മുടെ സംസാരങ്ങൾക്കിടയിലോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഇടയിലോ ഒക്കെ വന്ന് നമ്മൾ വളരെ തളർന്നിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയൊക്കെ ഇരിക്കുമ്പം അവരിങ്ങനെ വന്ന് പറയില്ലേ, നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവാണ്, അതായത് നിങ്ങൾ ഇമോഷണലാണ്, സെൻസിറ്റീവാണ് എന്ന് നമ്മളോട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത്തരക്കാരെ നമ്മൾ ഫ്രണ്ട്സ് തീർച്ചയായും സൂക്ഷിക്കണം. കാരണം അവർ ഒരു ഇമോഷണൽ മാനിപ്പുലേറ്റർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് അവർ ശരിക്കും നമ്മളെ കെയർ ചെയ്യുന്ന ആൾക്കാരല്ല എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഒരു 80 to 85% വരെ ഉറപ്പിക്കാൻ കേട്ടോ. ഇനി എവിടെയെങ്കിലും 1-2% അതിൽ നിന്ന് വ്യത്യസ്തരായി ഉണ്ടായെങ്കിലേ ഉള്ളൂ. ഇതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, എനിക്ക് പല അനുഭവങ്ങളിൽ തോന്നിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഓവർ ടോക്കിംഗ്, നമുക്ക് എപ്പോഴായാലും വിഷമമൊക്കെ വരുമ്പോൾ നമ്മൾ കുറേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാറുണ്ടല്ലോ, വായിൽ വരുന്നത് പോലെ അങ്ങ് സംസാരിക്കും. അപ്പോൾ എതിരെ നിൽക്കുന്ന വ്യക്തി നമ്മുടെ ഇമോഷണലി നമ്മൾ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ അവർ പറയും, നീ ഭയങ്കര ഡ്രമാറ്റിക്കാണ്, അതായത് നീ നാടകം കളിക്കുന്നു എന്ന് പറയും, നിൻ്റെ നാടകമൊന്നും ഇവിടെ വേണ്ട, അല്ലെങ്കിൽ നീ നാടകം കളിച്ചാലൊന്നും എന്നെ നിനക്ക് വീഴ്ത്താൻ പറ്റില്ല എന്നൊക്കെ രീതിയിൽ വരുന്ന സംസാരം. അതിന് ഏത് മനുഷ്യബന്ധത്തിൻ്റെ കാര്യത്തിലായാലും ശരി, അവർ നമ്മളെ റിയലായിട്ട് സ്നേഹിക്കുകയോ കെയർ ചെയ്യുന്നതോ ആയ ഒരു വ്യക്തിയല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പം ഇവരിൽ നിന്നെല്ലാം നമ്മൾ അകലം പാലിക്കണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് പിന്നെ പറയാം. അപ്പം ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറിയിൽ വരുന്നത്, നമ്മൾ എപ്പോഴെങ്കിലും അവരെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അതാരോ ആകട്ടെ, മകനോ അല്ലെങ്കിൽ ഇനി സ്നേഹിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനുമോ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡും വൈഫുമോ ആരായാലും ശരി, നമ്മൾ അവരെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തി അവരെ കാണാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്ത് വെക്കുമ്പോൾ അവർ പറയും, എനിക്കിന്ന് സമയമില്ല, ഞാൻ ഭയങ്കര ബിസിയാണ്. ഇങ്ങനെ ഒരു പ്രാവശ്യം പറയുന്നതല്ല ഞാൻ പറയുന്നത്, പലപ്പോഴായി നമ്മളോട് പല പ്രാവശ്യവും ഇതുപോലെ നമ്മൾ കാണാൻ ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കാണാൻ തോന്നുമ്പോൾ അവർ നമുക്ക് വേണ്ടി അവൈലബിൾ അല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവരെ തീർച്ചയായും നമ്മൾ കെയർ ചെയ്യണം. കാരണം അവർ ഒരിക്കലും നമ്മൾ സ്നേഹിക്കുന്നതോ അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കാൻ പോസിബിലിറ്റി, ഒരു വിദൂര സാധ്യത പോലും ഇല്ലാത്ത വ്യക്തിയാണെന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ കേട്ടോ. അപ്പോൾ അവരിൽ നിന്നും കുറച്ചൊക്കെ ഒരു അകലം നമ്മൾ പാലിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. പിന്നെ ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ വിജയത്തിനെക്കുറിച്ച് എന്തെങ്കിലും അവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, നമ്മുടെ പുരോഗതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ഒന്നുകിൽ സൈലൻസ് കീപ്പ് ചെയ്യും, അതല്ലെന്നുണ്ടെങ്കിൽ ഇത് അത്രയ്ക്ക് നല്ലൊരു ജോബല്ല, അല്ലെങ്കിൽ നിനക്ക് ഇതിന് പകരം മറ്റൊരു PSCക്ക് പോകാമായിരുന്നു, അല്ലെങ്കിൽ നിനക്ക് ഇതിനേക്കാൾ മറ്റെന്തെങ്കിലും ഒരു കോഴ്സിന് പോകാമായിരുന്നു എന്നൊക്കെ അർത്ഥം വരുന്ന രീതിയിൽ നമ്മുടെ തോട്ട്സിനെ ഡൈവേർട്ട് ചെയ്ത് നമ്മൾ ചെയ്തതെന്തോ ഒരു തെറ്റാണെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള എക്സാമ്പിൾ നമുക്ക് പറയാം. നമ്മളിപ്പോൾ ഈ യൂട്യൂബിൽ തന്നെ വരുന്നത്, നമ്മുടെ ഏറ്റവും അടുത്ത ഒരാളിനോട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആ വ്യക്തി നമ്മളോട് പറയുകയാണ്, യൂട്യൂബിലൊന്നും പെട്ടെന്ന് നിങ്ങൾക്ക് മുന്നിട്ട് പോകാനൊന്നും പറ്റില്ല, വെറുതെ അതിൽ പോയി നിങ്ങളെ സമയം കളയാന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് നിരുത്സാഹമെന്ന് തോന്നാത്ത രീതിയിൽ അവർ നമ്മളോട് സംസാരിക്കും. അതായത് നമ്മുടെ ഗ്രോത്തിനെ ഒരു രീതിയിലും സഹായിക്കാത്ത ഒരു തരത്തിലുള്ള ആൾക്കാരാണ് ഇത്തരക്കാർ എന്നുള്ള കാര്യം അറിഞ്ഞു വയ്ക്കുക ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവരുമായി ഒരു ചെറിയ അകലം കീപ്പ് ചെയ്യുന്നത്, വഴക്കുണ്ടാക്കിയോ ബഹളം ഉണ്ടാക്കിയോ അല്ല, പക്ഷേ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ബാക്കിലേക്ക് എടുക്കുക. അങ്ങനെ പടിപ്പടിയായി അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
പണി എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളുമായി ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, ഇനി ഫൈനലി എനിക്ക് പറയാനുള്ള ഒരു 5ാമത്തെ കാര്യമായി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇപ്പം 4 കാര്യം പറഞ്ഞു കഴിഞ്ഞു. 5ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരെപ്പോഴും ഒരു വാക്ക് യൂസ് ചെയ്യും. സത്യമാണ് ഞാൻ പറയുന്നത്, വിശ്വസിക്കൂ എന്നുള്ള അർത്ഥത്തിൽ. ഓണസ്റ്റ്ലി ഐ എം സ്പീക്കിംഗ് ദി ട്രൂത്ത്. ഞാൻ ഇങ്ങനെ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഉപയോഗിക്കുന്നതല്ല ഞാൻ പറയുന്നത്. പല കാര്യങ്ങളും അവർ പറയുമ്പോൾ അതിനെ സ്ഥിരീകരിക്കാൻ വേണ്ടി അവർ പറയും, ഞാൻ പറയുന്നത് സത്യമാണ്, വിശ്വസിക്കൂ എന്ന അർത്ഥം വരുന്ന രീതിയിലൊക്കെ ആരെങ്കിലും നമ്മളോട് സംസാരിക്കാൻ വന്നാൽ അപ്പോൾ നമ്മളത് നോട്ട് ഡൗൺ ചെയ്യണം. പല പ്രാവശ്യം പറയുകയാണെങ്കിൽ കേട്ടോ, ഒരു പ്രാവശ്യമല്ല ഇതൊന്നും, 2, 3, 4, 5 പ്രാവശ്യം അവർ നമ്മളോട് ഇത്തരത്തിൽ പെരുമാറുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവരിൽ നിന്നൊരു ചെറിയ അകലം പാലിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. കാരണം ഇവരാരും തന്നെ നമ്മളെ ഭാവിയിൽ സ്നേഹിക്കാനോ നമ്മളോടൊപ്പം കെയർ ചെയ്ത് കൂടെ നിൽക്കാനോ സാധ്യതയില്ലാത്ത ആൾക്കാരാണെന്ന് തിരിച്ചറിയുക. പ്രത്യേകിച്ച് പെൺകുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ മുതിർന്ന നമ്മളെപ്പോലുള്ള സ്ത്രീകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അത് മക്കളുടെ ഭാഗത്തു നിന്നായാലും ശരി, ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നായാലും ശരി, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരുടെ കാര്യത്തിലായാലും ശരി, സ്നേഹിക്കുന്നവരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ടോക്സ് വരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നാളെ ഒരു വലിയ വേദനയ്ക്ക് കാരണമാവാതിരിക്കാൻ നമ്മളെടുക്കുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും. അപ്പോൾ അതെടുക്കാൻ ആരും പുറകോട്ട് നിൽക്കരുത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ ഇമോഷണൽ ബാലൻസ്, നമ്മുടെ മനസ്സിൻ്റെ സുഖവും സന്തോഷവും എപ്പോഴും പ്രയോറിറ്റിയായി വയ്ക്കുക. മുൻഗണന നമുക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് വേണ്ടി നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ വേറെ ആരും ഈ ലോകത്ത് വന്ന് സംസാരിക്കും എന്ന് വിചാരിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഓണസ്റ്റ്ലി ഐ എം സ്പീക്കിംഗ് ദി ട്രൂത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ എപ്പോഴും ആ വാക്ക് ഉപയോഗിച്ച് നമ്മളെ ഒരു ഒരു കള്ളം നമ്മളോട് പറയാൻ ശ്രമിക്കുന്നവരാണെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം സത്യത്തിന് ഒരിക്കലും ഒരു ഡിഫെൻസിൻ്റെ ആവശ്യമില്ല, എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. പക്ഷേ കള്ളം പറയുമ്പോൾ, ഒരു ലൈ പറയുമ്പോൾ അതിനൊരുപാട് സ്റ്റോറീസ് നമുക്ക് പറയേണ്ടി വരും. കള്ളം എപ്പോഴും കഥകളോടൊപ്പം, അതായത് ഒരുപാട് കള്ളക്കഥകൾ നമുക്കതിനു വേണ്ടി പറയേണ്ടി വരും. സത്യത്തിനൊരിക്കലും ഒരു എക്സ്പ്ലനേഷൻ്റെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഡിഫെൻസോ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സത്യമാണ് പറയുന്നതെങ്കിൽ നമ്മൾ സൈലൻ്റായിരുന്നാലും നമ്മളെ എതിരെ നിൽക്കുന്ന വ്യക്തിക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് റിലേറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ കമൻ്റായി അറിയിക്കും എന്ന വിശ്വാസത്തോടെ എല്ലാവരോടും സ്നേഹം മാത്രം. ലവ് യു ഓൾ. ടേക്ക് കെയർ ഫ്രണ്ട്സ്. See you in the next video.